ഇന്ന് നമ്മൾ യോഗം പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും വളരെയധികം താല്പര്യമുള്ള കൗതുകമുള്ള ഒരു വിഷയത്തെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹിപ്നോസിസിനെ കുറിച്ചാണ്. ഹിപ്നോട്ടിസം എന്താണ്, എങ്ങനെയാണ് അത് ആളുകളിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരാളെ വാക്കുകൾ കൊണ്ട് ഉറക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ, അതുപോലെ ഹിപ്നോസിസിന്റെ പ്രയോഗ സാധ്യതകൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഒരാളെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉറക്കത്തിലേക്ക് നയിക്കുക എന്നതാണ്. ആ വിദ്യയാണ് ഹിപ്നോസിസ് എന്ന് പറയാൻ കഴിയും. ഇപ്പൊ ഇവിടെ വാക്കുകളുണ്ട്, ഹിപ്നോസിസിന് വിധേയമാവുന്ന ആളുണ്ട്. ഈ ഹിപ്നോസിസിന് വിധേയമാവുന്ന ആളെ ഹിപ്നോട്ടിസത്തിന്റെ ഭാഷയിൽ സബ്ജക്റ്റ് എന്നാണ് പറയുക. ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആളെ ഹിപ്നോട്ടൈസർ എന്ന് പറയും. ഹിപ്നോട്ടൈസറും ഉണ്ട്, സബ്ജക്റ്റും ഉണ്ട്. ഈ ഹിപ്നോട്ടൈസർ പറയുന്ന വാക്കുകളെയാണ്, അല്ലെങ്കിൽ ആ വാക്യങ്ങളെ, നിർദ്ദേശങ്ങളെ നമ്മൾ സജഷൻസ് എന്നാണ് പറയുക. ഇപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹിപ്നോട്ടൈസർ, ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾ, ചെയ്യപ്പെടുന്ന ആൾ ആണ് സബ്ജക്റ്റ്. ഈ ഹിപ്നോട്ടൈസർ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ സജഷൻസ് എന്ന് പറയുന്നത്. ഇനി ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ, ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു തരം അൾട്ടേർഡ് ആയിട്ടുള്ള സ്ലീപ്പാണ്. ചില മാറ്റങ്ങൾ വരുത്തി, മാറ്റങ്ങൾക്ക് വിധേയമായ ഉറക്കമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉറക്കം എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഉറക്കം എന്നാൽ നമ്മളുടെ നാഡീവ്യൂഹത്തിന്റെ, മസ്തിഷ്കത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹത്തിന്റെയും വിശ്രമാവസ്ഥയെയാണ് നമ്മൾ സാമാന്യമായി ഉറക്കം എന്ന് പറയും. അപ്പോൾ പകൽ മുഴുവൻ ഓരോ അധ്വാനത്തിൽ ഏർപ്പെടുന്ന ഏതൊരു ശരീരത്തിനും വൈകുന്നേരം ആകുമ്പോൾ വിശ്രമം ആവശ്യമാണ്. അടുത്ത ദിവസം കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ ശരീരത്തിന് വിശ്രമം കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ആ സമയത്ത് ശരീരത്തിനോടൊപ്പം തന്നെ, ഇപ്പൊ മസ്തിഷ്കം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്, ആ മനസ്സിനും ഒരു വിശ്രമം ആവശ്യമാണ്. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിശ്രമം കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യക്ഷമതയോട് കൂടിയിട്ട് അടുത്ത ദിവസം പ്രവർത്തന നിരതനാവാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ ഗാഠമായ നിദ്ര എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുഷുപ്തി, ഗാഠനിദ്ര എന്നുള്ള ഒരു സ്റ്റേജിൽ നമ്മളുടെ മസ്തിഷ്ക ഭാഗങ്ങൾ പരിപൂർണമായി വിശ്രമാവസ്ഥയിലാണ്. നമ്മളുടെ ആന്തരികമായ ചില പ്രവർത്തനങ്ങൾ, ശ്വാസോച്ഛ്വാസം, രക്തചംക്രമണം, ചില പദാർത്ഥങ്ങൾ ദഹിക്കാൻ ദഹനം, അങ്ങനെയുള്ള ചില സൂക്ഷ്മമായ ആന്തരിക പ്രവർത്തനങ്ങൾ മാത്രം നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹ വ്യവസ്ഥ മാത്രമാണ് അവിടെ ഉണർന്നിരിക്കുന്നത്. നമ്മളുടെ ബോധവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക കേന്ദ്രങ്ങളെല്ലാം തന്നെ പരിപൂർണമായ വിശ്രമാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു റൂമിലെ ലൈറ്റ് കെടുത്തുമ്പോൾ അവിടുത്തെ അത്, അല്ലെങ്കിൽ ഒരു മെഷീനിലേക്കുള്ള വൈദ്യുതി പ്രവാഹം അവസാനിപ്പിച്ചാൽ ആ മെഷീൻ നിൽക്കും. അതുപോലെ നമ്മളുടെ മസ്തിഷ്കത്തിലെ ഓരോ പല കേന്ദ്രങ്ങളുണ്ടല്ലോ, ആ കേന്ദ്രങ്ങളെല്ലാം തന്നെ പരിപൂർണമായും പ്രവർത്തനം നിർത്തി സുഷുപ്തിയിലാണ്ടിരിക്കുന്ന, വിശ്രമാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയാണ് പൂർണ്ണ നിദ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗാഢ സുഷുപ്തി എന്ന് പറയുന്നത്. ഇത് സുഷുപ്തിയിൽ വേറൊരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ ഗാഠമായ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ്, അതുപോലെ ഗാഠമായ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ മസ്തിഷ്കത്തിന്റെ ചില കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തന നിരതമായിരിക്കും. പരിപൂർണമായിട്ട് മസ്തിഷ്കം വിശ്രമാവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. എല്ലാ കേന്ദ്രങ്ങളും സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളോട് മാത്രം, സംവേദനങ്ങളോട് മാത്രം നമ്മുടെ മസ്തിഷ്കം ഉണർന്നിരിക്കുന്നു, മസ്തിഷ്ക കേന്ദ്രങ്ങൾ ഉണർന്നിരിക്കുന്നു. വളരെയധികം സംവേദനങ്ങളോട്, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളായുള്ള കാഴ്ച, കേൾവി, സ്പർശനം തുടങ്ങിയ മറ്റു പല സംവേദനങ്ങളോടും നമ്മൾ അടച്ചിരിക്കുന്ന അവസ്ഥ, നിരോധിച്ചിരിക്കുന്ന അവസ്ഥ, ഇതിനെയാണ് നമ്മൾ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ സ്വപ്നാവസ്ഥയിൽ മസ്തിഷ്ക കേന്ദ്രങ്ങൾ പരിപൂർണമായും പൊട്ടിയടയ്ക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിലല്ല. ശകലം ചില കേന്ദ്രങ്ങൾ മാത്രം ചെറിയ രീതിയിൽ ഉണർന്നിരിക്കുന്നു. ആ അവസ്ഥയിലാണ്, ആ ഉണർന്നിരിക്കുന്ന ഭാഗങ്ങളുടെ പ്രവർത്തന ഫലമായാണ് അതുമായി ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഉറക്കത്തിന്റെ വേറൊരു തലമാണ് സ്വപ്നാവസ്ഥ, ഗാഢ സുഷുപ്തി, പരിപൂർണമായ വിശ്രമാവസ്ഥ, മസ്തിഷ്കത്തിന്റെ പരിപൂർണമായ വിശ്രമാവസ്ഥ. സ്വപ്നം എന്നത്
ചില ഭാഗങ്ങൾ മാത്രം ഉണർന്നിരിക്കുന്ന അവസ്ഥ. പ്രധാനപ്പെട്ട മറ്റ് മസ്തിഷ്ക കേന്ദ്രങ്ങളെല്ലാം ഉറങ്ങിയിരിക്കുകയും വിശ്രമാവസ്ഥയിലായിരിക്കുകയും കുറച്ച് ഭാഗങ്ങൾ മാത്രം പ്രവർത്തന നിരതമായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇനി വേറൊരു തരത്തിലുള്ള ഉറക്കമുണ്ട്. ഇപ്പോ ഒരു അമ്മയും കുഞ്ഞും കിടന്നുറങ്ങുമ്പോൾ അമ്മ ഗാഠനിദ്രയിലായിരിക്കും. എല്ലാ തരത്തിലുള്ള സംവേദനങ്ങളോടും അമ്മ നിരോധിത അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മ പൂർണ്ണമായ വിശ്രമാവസ്ഥയിലാണ്. അപ്പോൾ ശബ്ദം കേട്ടാലോ ആരെങ്കിലും വന്ന് തൊട്ടാലോ കുലുക്കി വിളിച്ചാലോ ഒന്നും ചിലപ്പോൾ അമ്മ ഉണർന്നു എന്ന് വരില്ല, ഗാഠമായ ഉറക്കത്തിലായിരിക്കും. എന്നാൽ കുഞ്ഞ് എന്ന സംവേദനത്തോട് മാത്രം ജാഗ്രതയിലായിരിക്കും. മസ്തിഷ്കം കുഞ്ഞ് എന്ന ആ സംവേദനത്തോട് മാത്രം ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ, അല്ലെങ്കിൽ കുട്ടി ചെറുതായിട്ടൊന്ന് കരഞ്ഞാൽ പോലും അമ്മ ഉണരും. ഇങ്ങനത്തെ ഒരു ഉറക്കമുണ്ട്, മൂന്നാമത്തെ ഒരു ഉറക്കമാണത്. ഇപ്പോൾ ഗാഠസുഷുപ്തിയുണ്ട്, സ്വപ്നാവസ്ഥയുണ്ട്. മൂന്നാമത്തെ ഒരു പ്രത്യേക ബന്ധത്തിൽ ഒരു സംവേദനത്തോട് മാത്രം ഉണർന്നിരിക്കുകയും ബാക്കി എല്ലാ സംവേദനങ്ങളോടും ഉറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഈ അൾട്ടേർഡ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റാപ്പോ ഉണ്ട്. ഈ അമ്മയും കുഞ്ഞും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്, ജാഗ്രതയിലാണ്. ബാക്കി എല്ലാ സംവേദനങ്ങളോടും ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയിലുമാണ്. ഇതേ അവസ്ഥയാണ് ഹിപ്നോട്ടിസ്റ്റും സബ്ജക്റ്റും തമ്മിലുള്ളത്. ഹിപ്നോട്ടിസ്റ്റ് എന്ന ആ സംവേദനത്തോട് മാത്രം, അയാൾ പറയുന്നതിനോട് മാത്രം, അയാളുടെ ശബ്ദത്തോട് മാത്രം ഈ സബ്ജക്റ്റ് ഉണർന്നിരിക്കുകയാണ്. ബാക്കി എല്ലാ തരത്തിലുള്ള സംവേദനങ്ങളോടും, പുറമേയുള്ള ബാക്കി എല്ലാ സംവേദനങ്ങളോടും ഈ സബ്ജക്റ്റ് ഉറക്കത്തിലുമായിരിക്കും, നിരോധിത അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഹിപ്നോസിസിന് വിധേയമായിട്ടുള്ള ഒരാൾ അയാളുടെ അടുത്തുകൂടെ പോകുന്ന ഒരു വാഹനത്തിന്റെ ശബ്ദമോ ഫാനിന്റെ ശബ്ദമോ അല്ലെങ്കിൽ വേറൊരാള് പറയുന്നതോ ഒന്നും കേൾക്കില്ല. അതിനോടെല്ലാം അയാൾ ഉറക്കത്തിലായിരിക്കും. പക്ഷെ ഹിപ്നോട്ടിസ്റ്റിനോട് മാത്രം അയാൾ ഉണർന്നിരിക്കുകയായിരിക്കും. അപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ റാപ്പോ ഇവിടെ ഹിപ്നോട്ടിസ്റ്റും ഈ സബ്ജക്റ്റും തമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനോടും അയാൾ ഉറക്കവുമായിരുന്നു. ഇതാണ് ഹിപ്നോസിസിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു അവസ്ഥയാണ് ഹിപ്നോസിസ്. പിന്നെ ഇനി നമുക്ക് വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് ഒരാളെ ഉറക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് ഒരാളെ ഉണർത്താൻ കഴിയുന്നത്, വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നത്, അതൊന്ന് നോക്കാം. ഇപ്പോൾ ഓരോ വാക്കും ചില അക്ഷരങ്ങൾ, ശബ്ദങ്ങൾ കൂടി ചേർത്താണ്. അതിന് പ്രത്യേകമായിട്ട് അർത്ഥമൊന്നും അല്ലെങ്കിൽ ഒരു ആശയമൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഒരു വസ്തുവിന് പകരം നിൽക്കുന്ന ഒരു പദമാണ്, ശബ്ദമാണ് വാക്കുകൾ. ഉദാഹരണത്തിന് പുളി കാണുമ്പോൾ, പച്ച പുളി കാണുമ്പോൾ എല്ലാവരുടെയും നാവിൽ വെള്ളവും, അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാവും. അതിന്റെ ഗുണം എന്താണ് എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ പ്രതിഫലിക്കും. അതുപോലെ പച്ചമാങ്ങ ഒരാള് അപ്പുറത്തുനിന്ന് കടിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ ഉള്ളിലൊരു പുളിപ്പ് അനുഭവപ്പെടും. കാരണം ആ വസ്തു അതിന്റെ ഗുണത്തെ നമ്മളുടെ ഉള്ളിൽ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നത്. ഇനി വാക്കുകൾ തന്നെ മതി, ആ വസ്തു വേണമെന്നില്ല. പുളി എന്ന് പറയുന്നത് കേട്ടാൽ തന്നെ നമ്മളുടെ ഉള്ളിൽ ആ പുളിയുടെ എല്ലാ ഗുണങ്ങളും, അതിൻ്റെ ഗുണങ്ങൾ നമ്മളെ മനസ്സിൽ പ്രതിഫലിക്കും. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നതിൻ്റെ ഇടയിൽ പച്ചപ്പുളിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയും, ആ കേൾക്കുമ്പോൾ തന്നെ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ, പുളി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ പുളിയുടേതായ ഗുണം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ ഇപ്പം നമ്മളൊരു മോശം വാക്ക് ഉപയോഗിച്ചിട്ട് അഭിസംബോധന ചെയ്യുമ്പോൾ, തെറി പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വരാൻ കാരണം എന്താ? ആ തെറി എന്ന വാക്കിൽ പ്രത്യേകിച്ച് വല്ലതുണ്ടോ? എന്നാൽ അതിൻ്റെ ഉള്ളിലൊരു ആന്തര അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്, അല്ലേ? അല്ലെങ്കിൽ വാക്കുകൾ വെറും വാക്കുകൾ മാത്രമാണ്. പക്ഷേ വാക്കുകൾ കണ്ടെയ്നേഴ്സാണ്, പാത്രങ്ങളാണ്. എന്തെല്ലാമോ ചില ആശയങ്ങൾ, ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന പാത്രങ്ങളെ പോലെയാണ് വാക്കുകൾ. അപ്പൊ ആ വാക്കുകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പദാർത്ഥമാണ്, ആന്തരികമായ അർത്ഥമാണ് നമ്മളിലെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാക്കുകൾ മൃതങ്ങളല്ല, അതിന് അതിൻ്റെതായ ഊർജം ഉള്ളടങ്ങിയതാണ് ആ വാക്കുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഹിപ്നോസിസിൽ ഈ ഹിപ്നോട്ടിസ്റ്റ്
ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട വാക്കുകൾ, ആ വാക്കുകളുടെ ശക്തി ഉപയോഗിച്ചാണ്, അതിൽ അടങ്ങിയിട്ടുള്ള ആന്തരമായ അർത്ഥത്തെ അല്ലെ ആ ശക്തിയെ ഉപയോഗിച്ചാണ് ഒരാളിൽ ഉറക്കത്തെ ഉണ്ടാക്കുകയും അയാളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഈ വാക്കുകളെ സജഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ഹിപ്നോസിസുമായി ബന്ധപ്പെട്ടിട്ട് സബ്ജക്റ്റായി, ഹിപ്നോട്ടൈസറായി, റാപ്പോ ആയി, സജഷൻസ് ആയി. സജഷൻസ് എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസ്റ്റ് ഉപയോഗിക്കുന്ന വാക്കുകൾ, കൊടുക്കുന്ന നിർദ്ദേശങ്ങളെയാണ് സജഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സജഷൻസ് കൊടുത്തുകൊണ്ടാണ് ഒരാളെ നിദ്രയിലേക്ക്, മോഹനിദ്രയിലേക്ക് പ്രവേശിപ്പിക്കുന്നതും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതും. അപ്പോൾ ഈ വിദ്യ പരിശീലിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരാളെ സ്വാധീനിക്കാൻ കഴിയും. ഇത് നമ്മൾ വളരെ നിഗൂഢമായിട്ടുള്ളൊരു വിദ്യ ആണെങ്കിൽ പോലും ഇത് പരിശീലനം സിദ്ധിച്ചു കഴിയുമ്പോൾ വളരെ വ്യാപകമായിട്ടുള്ള ഉപയോഗമാണ് ഇതിനുള്ളത്. ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്ന ആളുകൾ, സൈക്കോ തെറാപ്പി പഠിക്കുന്ന ആളുകൾ, അതായത് മാനസിക രോഗ ചികിത്സകൾ, അതുപോലെ കൗൺസിലിംഗ്, ഇവർക്കൊക്കെ ഹിപ്നോസിസ് അറിയുകയാണെങ്കിൽ അക്കാദമികമായിട്ടൊന്നും അവരെ പഠിപ്പിക്കുന്നില്ല. സൈക്കോളജിയിൽ മനഃശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളും മാനസിക രോഗങ്ങളെ കുറിച്ചും അതൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചു പോകുന്നു എന്നല്ലാതെ ഈ തെറാപ്പിയെ കുറിച്ച് ഹിപ്നോസിസ് ഒരു ഔദ്യോഗിക വിഷയമായിട്ട് അവരെ പഠിപ്പിക്കുന്നില്ല. അവരൊക്കെ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിലൂടെ ഈ ഇത്തരത്തിലുള്ള ലഘു മനോരോഗങ്ങളുമായി ന്യൂറോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആയിട്ട് വരുന്ന ആളുകളെയൊക്കെ നമുക്ക് ഹിപ്നോസിസിന് വിധേയമാക്കിക്കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ ആ അസുഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. അതുപോലെ ഡിപ്രഷൻ, ധൈര്യമില്ലായ്മ, ഉറക്കക്കുറവ്, ആത്മവിശ്വാസം ഇല്ലായ്മ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വിഷാദ രോഗം, ഇതിനൊക്കെ നമുക്ക് ഹിപ്നോസിസ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിലൊക്കെ വിദഗ്ധമായിട്ട് ഇത് പഠിക്കണം. ഇത് നമ്മൾ ഹിപ്നോസിസ് വളരെ ശാസ്ത്രീയമായി പഠിക്കുകയും അതിനെ നല്ലൊരാളിൽ നിന്ന് തന്നെ പഠിക്കുക, അതിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളിൽ നിന്ന് തന്നെ അത് പഠിക്കുക, അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് സജഷൻസ് കൊടുക്കേണ്ടത്. സജഷൻസ് കൊടുക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സജഷൻസ് രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ അതൊക്കെ രൂപപ്പെടുത്തി ഓരോ രോഗിക്കും അതിന് അയാൾക്ക് അനുഗുണമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സജഷൻസ് രൂപപ്പെടുത്തിയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരാളെ ഹിപ്നോസിസ് ചെയ്യാൻ വിധേയമാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഏത് തരത്തിലുള്ള സജഷൻസ് ആണ് അയാൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എങ്ങനെ അയാളെ ഉണർത്തിയെടുക്കാം, പിന്നീട് എങ്ങനെ അത് തുടർച്ചയായിട്ട് അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും ഹിപ്നോസിസിന് വിധേയമാക്കി സജഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് അയാളിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിദ്യകൾ നമ്മൾ ഒരുപാട് തരത്തിൽ ഈ ഹിപ്നോസിസ് പ്രയോജനപ്പെടുന്നുണ്ട്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഹിപ്നോസിസ് അറിയുകയാണെങ്കിൽ ശാരീരികമായിട്ടുള്ള വേദനയൊന്നും ഏൽപ്പിക്കാതെ തന്നെ ഒരാളിൽ നിന്ന് വിദഗ്ധമായ രീതിയിൽ ഈസി ആയിട്ട് അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ, സത്യത്തെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ വിദഗ്ധനല്ലാത്ത ഒരാളാണ് ഈ പ്രതിയെ ഹിപ്നോസിസിന് വിധേയമാക്കുന്നതെങ്കിൽ അയാൾ കൊടുക്കുന്ന സജഷൻസ് തെറ്റിപ്പോയാൽ, കൃത്യമല്ലെങ്കിൽ അസത്യമായ ഒരു കാര്യമായിരിക്കും ഇയാളിൽ നിന്ന് പുറത്തു വരിക. അപ്പൊ നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് വിദഗ്ധമായിട്ട് തന്നെ ഇതിലൊക്കെ വിദഗ്ധരായ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രതികളെ ഹിപ്നോസിസ് ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതുപോലെ ഡോക്ടേഴ്സിന് ഹിപ്നോസിസ് അറിയുകയാണെങ്കിൽ കുട്ടികളെയും അല്ലെങ്കിൽ വേദന കൂടാതെ വേദനാരഹിതമായി പ്രസവം എടുക്കാൻ, വേദനാരഹിതമായി സർജറി നടത്താനൊക്കെ, ചെറിയ ചെറിയ സർജറികൾ, തുന്നലുകൾ, ഇതൊക്കെ നടത്താൻ ഹിപ്നോസിസ് അറിഞ്ഞാൽ രോഗിയെ താൽക്കാലികമായി നമ്മളൊന്ന് ചെറുതായിട്ട് ഹിപ്നോസിസിന് വിധേയമാക്കി കൃത്യമായ സജഷൻ കൊടുക്കുമ്പോൾ അനസ്തേഷ്യ കൊടുക്കാതെ തന്നെ നമുക്ക് ആ വേദന ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ ചെറിയ ചെറിയ സർജറികൾ നടത്താൻ കഴിയും. അധ്യാപകർക്കാണെങ്കിൽ എങ്ങനെ പോസിറ്റീവായിട്ടുള്ള സജഷൻസ് കൊടുത്ത് കുട്ടികളെ പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ പഠന അന്തരീക്ഷം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും, എങ്ങനെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും, ഇതെല്ലാം നമുക്ക് ഈ വാക്കുകൾ കൊണ്ട്
കഴിയും. അപ്പോൾ ഹിപ്നോസിസിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണകൾ നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലിംഗ് നൽകുന്ന സൈക്കോ തെറാപ്പിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, ഇങ്ങനെയുള്ള മാനസിക രോഗ ചികിത്സകർക്കൊക്കെ ഹിപ്നോസിസ് അറിയുകയാണെങ്കിൽ അവരുടെ തൊഴിലിൽ കൂടുതൽ തൊഴിൽ മെച്ചപ്പെടുത്താൻ കഴിയും. പെട്ടെന്ന് തന്നെ അവരുടെ രോഗികളെ പ്രയാസം കൂടാതെ ആ രോഗാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വക്കീലന്മാരാവട്ടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ, അധ്യാപകരാവട്ടെ, ഒന്നും ഏറ്റവും ചുരുങ്ങിയത് അച്ഛനമ്മമാർക്ക് ഹിപ്നോസിസ് അറിയുകയാണെങ്കിൽ മക്കളെ ഏത് രീതിയിൽ സജഷൻസ് കൊടുത്ത് വളരെ ഈസി ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് വളർത്താം. അതിന് ഹിപ്നോട്ടൈസ് ചെയ്യൊന്നും വേണ്ട. ഈ വാക്കുകൾ എങ്ങനെ ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ആ ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഹിപ്നോസിസ് പരിശീലിച്ചു കഴിഞ്ഞാൽ തന്നെ, ഹിപ്നോസിസ് ചെയ്യാതെ തന്നെ മക്കൾക്ക് വേണ്ട രീതിയിലുള്ള സജഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ മക്കളെന്ന് വിചാരിക്കണ്ട, നമ്മുടെ ഇടപഴകലുകളിൽ നമ്മൾ ആരോടാണോ ഇടപഴകുന്നത് അവരിലൊക്കെ നമ്മളുടെ വാക്കുകൾ ഏത് രീതിയിൽ സ്വാധീനം ചെലുത്തും എന്ന് മനസ്സിലാക്കിയാൽ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട്, അവനവനെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വിദ്യ. ആ സെൽഫ് ഹിപ്നോസിസ് ആണ് പഠിക്കുന്നതെങ്കിൽ, അത് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ മാറ്റിയെടുക്കാൻ കഴിയും. നമ്മളിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളെ, അല്ലെങ്കിൽ നമ്മളുടെ അകാരണമായ ഭയത്തെ, ആത്മവിശ്വാസക്കുറവിനെ, അല്ലെങ്കിൽ നമ്മളിലുള്ള ഏതെങ്കിലും ഒരു പോരായ്മയൊക്കെ നമുക്ക് സെൽഫ് ഹിപ്നോസിസോട് കൂടിയിട്ട് നമ്മൾ സ്വയം പ്രത്യായനം ചെയ്ത് നമ്മൾ സ്വയം അതിനനുസരിച്ചുള്ള ക്രമീകരണം, വാക്കുകളിൽ അതിനനുസരിച്ച് സജഷൻസ് തയ്യാറാക്കി സെൽഫ് ഹിപ്നോസിസിൽ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്വയം പല രോഗാവസ്ഥയിൽ നിന്നും, മാനസിക രോഗാവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ ഉള്ള ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റി തീർക്കാൻ, നമ്മളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ മാറ്റി തീർക്കാൻ ഹിപ്നോസിസ് പരിശീലനത്തിലൂടെ കഴിയും. അത് ആർക്കും പരിശീലിക്കാവുന്നതാണ്. പക്ഷെ പ്രയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിൽ വിദഗ്ധനായി എന്ന് നിങ്ങൾ ഉറപ്പാക്കുക മാത്രമാണ് വേണ്ടത്. അത് വലിയ അപകടമൊന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങളൊന്നും മറ്റുള്ളവരിൽ ഉണ്ടാക്കാത്ത, എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, അല്ലെ അവനവനിലും മറ്റുള്ളവരിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിദ്യയാണ് ഹിപ്നോസിസ്. ഇതിന്റെ ബാലപാഠങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഇത് എല്ലാവർക്കും പഠിക്കാനും സാധിക്കും. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.